ഒരു പാട്ടും കൂടെ പരാമർശിക്കാതെ പോകാൻ പറ്റില്ല. ചില്ലുജാലക വാതിലിൽ തിരച്ചിലഞ്ഞൊറിയുമ്പോൾ മെല്ലെ ഒന്ന് കിലുങ്ങിയോ കൈവളകൾ അറിയാതെ, മഞ്ജരി പാടിയതാ. മഞ്ജരിയുടെ ആദ്യത്തെ ടോപ്പ് പാട്ടുകളിൽ ഒന്നായിട്ട് കേട്ടിട്ടുള്ളതാണ്. അതിന് ശേഷമാണ് മുറ്റത്തെ മുല്ലേ ചൊല്ലുമൊക്കെ വരുന്നത്. ആ പാട്ട് മഞ്ജരിയെ കൊണ്ട് തന്നെ അത്തരം ഒരു വോയിസ് എന്തുകൊണ്ട് സെലക്ട് ചെയ്തു എന്ന് ഓർമ്മയുണ്ടോ ഇപ്പോൾ? ചില്ലുജാലക വാതിൽ എന്നുള്ള പാട്ട് സത്യത്തിൽ എൻ്റെ കൽബിന് പകരം ചെയ്തതാണ് പുള്ളി. ഓ. പക്ഷെ എനിക്ക് ഭയങ്കര വേദന തോന്നി. കാരണം എന്താ വെച്ചാൽ മനോഹരമായിട്ട് വരികളാണ്, പക്ഷേ എൻ്റെ മനസ്സൊരിക്കലും ആ സിറ്റുവേഷനിൽ പറ്റിയതല്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. ഒരു സാഹിത്യായനെ സംബന്ധിച്ചോളം ഓക്കെയാണ്. അപ്പോൾ കേരളത്തിലെല്ലാവരും ജനങ്ങളെല്ലാം സാഹിത്യകാരന്മാരായിരുന്നെങ്കിൽ ആ പാട്ട് മതിയായിരുന്നു. പക്ഷെ ഇവിടെ ഒരു കൊമേഴ്സ്യലായുള്ള സിനിമയാണ്, സാധാരണക്കാരുണ്ട്, സാധാരണ പച്ച മലയാളി സംസാരിക്കുന്നവരാണ്, അവർക്ക് കൂടുതൽ ഗഹനമായ വാക്കുകളൊന്നും മനസ്സിലാവണമെന്നില്ല. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടണം, അത് പ്രധാനപ്പെട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ പാട്ട് പറ്റില്ല എന്ന് എനിക്ക് തോന്നിയിരുന്നു. അങ്ങനെയാണ് എൻ്റെ കേൾവിലുണ്ടാവുന്നത്. അപ്പോൾ എൻ്റെ മനസ്സിലിങ്ങനെ ഞാൻ അദ്ദേഹത്തിനോട് പലതും നമ്മൾ പറയില്ല, വേദന ഉണ്ടെങ്കിൽ പോലും പറയില്ല, നമ്മളുടെ തെറ്റാണ്, കിടപ്പുണ്ട്, ഇങ്ങനെ ഒരു നീറലുണ്ട്, എനിക്ക് മനസ്സിലുണ്ട്. അത് ഞാൻ തീർക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ലൈൻസ് മേടിച്ചിട്ട് പറഞ്ഞ് ഞാനത് കമ്പോസ് ചെയ്യണം. അപ്പോൾ അന്ന് മഞ്ചേരി അവിടെ വന്നിട്ടുണ്ടായിരുന്നു. മഞ്ചേരിനെ വിളിച്ചിട്ട് അന്ന് സാധാരണ ഇതിലൊരു പാട്ട് നമ്മൾ റെക്കോർഡ് ചെയ്യുമ്പോൾ ഓർക്കസ്ട്രേഷൻ എല്ലാം കഴിഞ്ഞിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ പുള്ളിക്ക് മാക്സിമം അധികം സമയം കൊടുക്കാണ്ട് തന്നെ വേദനിപ്പിക്കരുതല്ലോ, അതിന് വേണ്ടിയിട്ട് ആ പാട്ടെടുത്തിട്ട് ഞാൻ കമ്പോസ് ചെയ്തിട്ട് വെറുതെ ക്ലിക്ക് മാത്രം കൊടുത്തുകൊണ്ടിട്ട് പാട്ട് പാടിയിടുന്നു. അതിനുശേഷമാണ് അത് വെച്ചിട്ട് ഓർക്കസ്ട്രേഷൻ ചെയ്ത് ആ ക്യാസറ്റിൽ ഞാനത് അത് സത്യം ഓഡിയോസാണ് എടുത്തത്. അദ്ദേഹത്തിന് ഞാനത് ഫ്രീ ആയിട്ടാണ് കൊടുത്തത്. അതിൽ ഇടാൻ പറഞ്ഞിട്ട് കൊടുത്തു. ഒരു പൈസ ഞാൻ മേടിച്ചിട്ടില്ല. അത് വേറെ ഒന്നുമല്ല, അതിൽ വന്നം പൈസ എന്ന് വിചാരിച്ചിട്ടല്ല, അത് എൻ്റെ അത് അങ്ങനെയൊക്കെ നമുക്ക് സന്തോഷം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇപ്പം ഇങ്ങനെ നിങ്ങൾ പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഞാൻ ചെയ്തത് ശരിയാണെന്ന് എനിക്ക് ബോധ്യമായി. എന്നുവെച്ചാൽ ആ സമയത്ത് ഞാൻ ചില്ലുജാലക ഇടണമെന്നുണ്ടെങ്കിൽ ഒരിക്കലും എൻ്റെ കേൾവിൽ നമുക്ക് കിട്ടില്ലായിരുന്നു. ചിലപ്പോൾ അതിലും മനോഹരമായിട്ട് മറ്റേ പാട്ട് വരുമായിരിക്കും, ശ്രദ്ധിക്കപ്പെടുമായിരിക്കും, പക്ഷെ ആ ഒരു പാട്ട് നഷ്ടപ്പെടുമായിരുന്നു. അതിന് വേണ്ടിയാണ് ചില പാട്ടുകൾ, ഈ പാട്ട് തന്നെ നഷ്ടപ്പെട്ടാനേ വേറെ സംഭവം ഉണ്ട്. കഥ പറയുകയാണെങ്കിൽ അതിൻ്റെ റെക്കോർഡിങ് കഴിഞ്ഞിട്ട് പുറത്തിറങ്ങിയപ്പോൾ ഇതിൻ്റെ പ്രൊഡ്യൂസർ വന്നിട്ട് ഇത് ഇഷ്ടമില്ല എന്ന് പറഞ്ഞു. ഈ പാട്ട് ചില്ലുജാലകം. പക്ഷെ അത് എനിക്കറിയാം, ലാൽ ജോസിനറിയാം, പിന്നെ എല്ലാവർക്കും അറിയാം ഇത് തന്നെയാണ് കറക്റ്റാണ്. ചില്ലുജാലകയല്ല, എൻ്റെ കേൾബിലെ പുള്ളിക്കാരത്ത് എന്നെ വിളിച്ചിട്ട് അലക്സ് സാറെ ഒന്നും വിചാരിക്കരുത്, എനിക്ക് പാട്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞു. സത്യത്തിൽ പുള്ളിക്കാരത്തെ മാത്രമല്ല പറഞ്ഞത്, ഇതിനുവേണ്ടി ഓർക്കസ്ട്രേഷൻ ചെയ്യണ സമയത്ത് നമ്മുടെ ടീമിലെല്ലാവരും തന്നെ സാർ എപ്പോഴും ചെയ്യണ പാട്ട് പോലെ ആയില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ അത് എല്ലാവർക്കും അത് മനസ്സിലാവില്ല എന്നുള്ളതാണ്. ഓരോ സിറ്റുവേഷനിലും വേണ്ട ഒരു കാര്യങ്ങളുണ്ടല്ലോ. ഇപ്പം നമ്മളിപ്പോൾ ജീവിതത്തിൽ തന്നെ സംസാരിക്കേണ്ട സമയത്ത് ചില കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ ആ സമയത്ത് കറക്റ്റാണത്, വേറെ സ്ഥലത്ത് യോജിക്കില്ല അത് എന്ന് പറഞ്ഞ പോലെ തന്നെ അതിന് കറക്റ്റ് നമുക്ക് അറിയാം, അതാണ് എൻ്റെ കറക്റ്റ് സ്ഥലമൊന്നും എല്ലാം ബോധ്യമായി. അപ്പോൾ ഞാൻ പ്രൊഡ്യൂസറോട് അന്ന് ഞാൻ പറയുന്നത് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന പാട്ടുണ്ടാക്കണേൽ എഴുതാനുണ്ടാക്കാൻ പറഞ്ഞു. സാധാരണ ഇതിൽ ഒരു സിനിമയുടെ എല്ലാ കാര്യവും ഡയറക്ടേഴ്സും ഒക്കെയാണല്ലോ തീരുമാനിക്കുന്നത്. അതുകൊണ്ട് പിന്നെ അവർ വെറുതെ പറഞ്ഞാണ്, അവർ വേദന, അത് നല്ല പാട്ട് ചെയ്തില്ലോ. അവർ വിചാരിച്ചെന്താ വെച്ചാൽ ഞാൻ അതുവരെ അടിപൊളി പാട്ട് ചെയ്യേണ്ടിരുന്ന ആളായിരുന്നു. ചതിക്കാത്ത എന്തെങ്കിലും ഹുസൈന എന്നുള്ള പാട്ട്, പിന്നെ അമ്പലക്കര തെച്ചിക്കാവിൽ, ഇതിനിടയിൽ അപ്പം അങ്ങനത്തെ ഒരു പാട്ടാണ് അവർ പ്രതീക്ഷിച്ചത്. അതുകൊണ്ടിട്ടാണ്. അപ്പോൾ ആ ചിത്രത്തിൽ തന്നെ വേറൊരു പാട്ടിന് പ്രശ്നം ഉണ്ടായിരുന്നു, കാറ്റാടിത്തണ എന്നുള്ള പാട്ട്. ഇത് സെയിം പ്രോബ്ലം, നടന്മാർക്ക് എല്ലാവർക്കും ആ പാട്ട് അതിലും കൂടുതൽ ഇഷ്ടപ്പെട്ട് അതിൽ തന്നെ ഒരു അടിപൊളി പാട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, രസ്കർഷൻ ഇതിലുള്ള പാട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതല്ല അതിന് വരണ്ടേന്ന് തിരിച്ചറിഞ്ഞിട്ട് ഞാൻ ചെയ്താണ് കാറ്റാടിത്തണല്ലോ. അതിലില്ല മനസ്സുകളുടെ പ്രണയക്കുളിരും മനോഹര വരികളാണ്. അതാണെങ്കിലും ഞങ്ങളെല്ലാ വർക്കുകളും ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ചെയ്തിട്ടുള്ളത്. ഈ കാറ്റാടിത്തണെല്ലാം ചെയ്യുന്നത് ഞാനിങ്ങനെ ഫോണിലൂടെ ട്യൂൺ പറഞ്ഞു കൊടുക്കുന്നു, പുള്ളി അരമണിക്കൂർ വരെ എടുത്തില്ല എഴുതാനായിട്ട്. കാനനക്കുയിലിന് കാതിലിടാനൊരു കാൽപ്പവൻ പൊന്നു തരാമോ, മോഹൻ സിതാര ചെയ്തതാണ്, ഗിരീഷേട്ടൻ്റെ വരിയാണ്. ഒരു കാൽപ്പവൻ അവിടെ കൊടുത്തപ്പോൾ അരപ്പവൻ തന്നത് ശരിക്കും അലക്സ് പോളിനാണ്. അതിൽ എനിക്ക് ആ തബല കഴിഞ്ഞിട്ട് തബല ഇങ്ങനെ വീണിട്ട് അതേ തബലയുടെ പിച്ചിങ്ങിൽ തന്നെ വീഴുന്നതാണ്
അരപ്പവൻ എന്ന് പറഞ്ഞിട്ട് വിധു പ്രതാപന്റെ ശബ്ദമുണ്ട്. ഭയങ്കര രസമായിട്ട് അരപ്പവൻ. അപ്പൊ ഞാൻ വിചാരിച്ചു ഈ അരപ്പവൻ എത്ര പ്രാവശ്യം വീഴ്ത്തിയിട്ടുണ്ടാവും എന്ന് വിചാരിച്ചു. കാരണം അത് കറക്റ്റ് പിച്ചുണ്ട്. അത് നമ്മൾ എപ്പോഴും ശ്രമിച്ചു നോക്കും. ഇപ്പം നമ്മളിങ്ങനെ കുറച്ച് ഉള്ളിൽ നിന്നിട്ട് അരപ്പവൻ അപ്പൊ വരുന്നില്ല, അരപ്പവൻ അപ്പൊ അയ്യോ അത് എങ്ങനെയാണ് അയാൾ പിച്ച് ചെയ്തതെന്ന് ആലോചിക്കില്ലേ? അത് ശരിക്കും അരപ്പവൻ പാടുന്ന ആ അനുഭവം ഇപ്പോൾ ഓർമ്മയുണ്ടോ? ശരിക്കും റീകളക്ട് ചെയ്യാൻ പറ്റുന്നത്? അത് അരപ്പവൻ പാട്ടിനെ പറ്റി പറയുകയാണെങ്കിലേ, ഗിരീഷ് പുത്തഞ്ചേരിയുടെ കഴിവിനെ പറ്റി ഓർക്കുമ്പോൾ ഞെട്ടിപ്പോകുന്ന കാര്യമാണ്. 5 മിനിറ്റ് പോലും എടുത്തില്ല പുള്ളിയെ തരാനായിട്ട്. ട്യൂൺ കൊടുക്കാണ്ട് എഴുതിയാണ് പുള്ളി അത്. അത് സാറേ നോക്കിയേ എങ്ങനെയുണ്ട് നോക്കുമ്പോൾ തോന്നുന്നു. ഓക്കെ സൂപ്പർ എന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ വേറെ കാര്യം കൂടിയുണ്ട്. അതായത് ആ സിനിമയുടെ സ്വഭാവം അനുസരിച്ചിട്ട് ഞാൻ പറഞ്ഞല്ലോ, ചിലതിനത് പറ്റില്ല, മനോഹരം. അതുകൊണ്ടാണ് ചില്ലിയാലെ മാറ്റി വെക്കേണ്ടി വന്നത്. ആ പടത്തിനെ അതിൻ്റെ ഡയറക്ടർ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞതെന്ന് വെച്ചാൽ, അലക്സ് സാറേ നമുക്ക് അടിപൊളി പാട്ടല്ല വേണ്ടത്, നല്ല പാട്ടുകളെ വേണ്ടതെന്ന് പറഞ്ഞു. ഹിറ്റാണ് പാട്ടല്ല, സൂപ്പർ ഹിറ്റ് ഒന്നും ആവണമെന്നില്ല, നല്ല പാട്ട് മതി എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് നാദ എന്നുള്ള പാട്ടൊക്കെ വരുമ്പോൾ. അപ്പോൾ അങ്ങനത്തെ ഒരു കഥ എല്ലാമാണ്. അപ്പോൾ അതുകൊണ്ടിട്ട് അത് എഴുതി തന്നെ ചെയ്യുന്നതാണ് നല്ലത് എന്നുള്ളത്. ആ പുള്ളി എഴുതി അത് തരുന്നു. ഭയങ്കര ഫാസ്റ്റാണ് പുള്ളി എഴുതാനായിട്ട്. ഇതെങ്ങനെയുണ്ടെന്ന് നോക്കുന്നു പറഞ്ഞു. സൂപ്പറായിട്ടുണ്ടെന്ന് പറഞ്ഞു. അതിനു മുമ്പ് ഞങ്ങൾ ആദ്യത്തെ പടത്തിന് കുത്തിക്കാവിൽ എന്നുള്ള പാട്ടില്ലേ, അത് ഞങ്ങൾ വഴക്കിട്ടുള്ളതാണ്. 4 പേജായിട്ടുണ്ട് ലൈൻസ്. ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ ഇങ്ങനെ എഴുതണമല്ലോ. പുള്ളിക്കും തോന്നിയിട്ടുണ്ടാവും എന്ത് തല്ലിപ്പൊളി പാട്ടാണെന്നൊക്കെ തോന്നിയിട്ടുണ്ടാവും. അതായത് തന്നെ എൻ്റെ വൈഫിന് ആ പാട്ട് ഇഷ്ടപ്പെട്ടില്ല കമ്പോസ് ചെയ്ത് കേട്ടപ്പോൾ. വൈഫ് കണ്ട് പറഞ്ഞു ഇതെന്ത് പാട്ടാണത്, തന്നെ ഇങ്ങനെ കിടക്കല്ലേ. അപ്പം ഞാൻ പറഞ്ഞു കാര്യമുണ്ട്, കഴിയുമ്പോൾ കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ എന്താണെന്നല്ല, ഗിരീഷ് പുത്തഞ്ചേരി പറഞ്ഞ പോലെ തന്നെ അതിൽ ഉഴപ്പിയാണ് ആദ്യം എഴുതിയത്. അപ്പം എൻ്റെ ചേട്ടാ ഇതല്ല വേണ്ടത്, ക്ഷമിക്കണം എന്ന് പറഞ്ഞു. അതിൽ കവിത ഒന്നും അല്ല വേണ്ടത്. അങ്ങനെയാണ് കാക്കൊത്തിക്കാവിലെ കാവതിക്കാക്കയും കായൽ വരമ്പിലെ കാക്കാനും ഞണ്ടിനും തമ്മിൽ തമ്മിൽ കാണാ കിന്നാര കഥ പോലെ ഉണ്ടാക്കി. അതുകൊണ്ട് അവിടെ എല്ലാ കഥാപാത്രങ്ങളെയും ആ പാട്ടിലൂടെ അവതരിപ്പിക്കാൻ പറ്റും. ആ പാട്ടിലൂടെ ഇതിനകത്തൊരു ഹമ്മിങ് കൂടെ ഉണ്ട്. നമ്മളെ അരപ്പവൻ പോലില്ലേ, ഇത് ശരിക്കും റിമി എങ്ങനെയാണ്? അതായത് ആക്ച്വലി ആ പാട്ടിനെ വേറെ ആളെയാണ് നിശ്ചയിച്ചിരുന്നത്. പിന്നീട് റിമിയിലേക്ക് വരുന്നത്. റിമിയിൽ നിന്ന് അങ്ങനത്തെ ഒരു പാട്ട് വരുന്നു കഴിഞ്ഞാൽ അത് പുതുമയുണ്ടാവുമായിരുന്നു. എപ്പോഴും അടിപൊളി ജോണലുള്ള പാട്ടല്ലേ. പിന്നെ അത് മാത്രമല്ല അതിനു വേണ്ടിയുള്ള ഒരു അർപ്പണവും എല്ലാം ഉണ്ടാവില്ല മനസ്സിനെ. അതിനു വേണ്ടി തയ്യാറെടുക്കലും. അതായത് നമ്മൾ പലപ്പോഴും എല്ലാവരും മറന്നുകൊണ്ടൊരു കാര്യമാണ്. എപ്പോഴും തമാശയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. റിമിനോട് പലരും ചോദിച്ചിട്ടുണ്ട് പുള്ളിക്കാരി എപ്പോഴും കോമഡിയാണെന്ന്. അങ്ങനെയൊന്നുമല്ല ജീവിതത്തിൽ അല്ലേ. അവർ ജീവിക്കാൻ വേണ്ടി കോമഡി പറഞ്ഞിരിക്കണേ. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഒരു അടിപൊളി പാട്ട് പാടുന്നതിനൊക്കെ മെലഡി പാടാൻ പറ്റും നന്നായിട്ട്. അതിനുവേണ്ടിയുള്ള ഒരു ശ്രമമായിരുന്നു. അപ്പോൾ റിമിയുടെ ലൈഫിൽ എനിക്ക് തോന്നണത് ഏറ്റവും നല്ല പാട്ടെന്ന് വേണമെങ്കിൽ പറയാവുന്നൊരു പാട്ടായിട്ട് പുള്ളിക്കാരത്ത് പറയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പോൾ അമ്പലക്കര തെച്ചിക്കാവിൽ പൂരം എന്ന് പറയുന്ന പാട്ട് പാടിയിരിക്കുന്ന ഒരു സ്റ്റൈലുണ്ട്. MG ശ്രീകുമാർ അത് പാടിയിരിക്കുന്നത് ഒരു കൊഴിഞ്ഞു മറിഞ്ഞൊരു സ്റ്റൈലാണ്. കാരണം ആ സിറ്റുവേഷന് യോജിക്കുന്ന രീതിയിലാണ്. ഒരുപക്ഷെ ആ പാട്ടായിരിക്കാം അടുത്ത പടത്തിലും അതേപോലെ റഹ്മാൻ ഒരു പാട്ട് കൊടുക്കുന്നുണ്ട്. അതിന് കാരണമായത് രാജമാണിക്യത്തിലെ പാട്ടുണ്ടല്ലോ, ആ പാട്ടിന് കാരണമായത് ഈ ഒരു സ്റ്റൈലാണെന്ന് തോന്നുന്നു. അത് എല്ലാവർക്കും ആക്സെപ്റ്റൻസ് വന്നു. പിന്നെ മമ്മൂക്ക ചിത്രങ്ങളിൽ തുടർച്ചയായിട്ട് പാട്ട് ചെയ്തിട്ടുണ്ട് അലക്സ് പോൾ. ആ പാട്ട് പിച്ച് ചെയ്യുന്ന സമയത്ത് ഇതേപോലെ എന്തൊക്കെ തരത്തിൽ ആശങ്കയുണ്ടായിരുന്നു? ഇല്ലെങ്കിൽ അങ്ങനെ ഒരു സ്റ്റൈൽ ഒരു നാടൻ സ്റ്റൈലാണോ? എവിടെ നിന്നാണ് ഇത് പിടിച്ചത്? എന്താണ് അതിൻ്റെ പിന്നിലൊരു ഒരു ഒരു ഇൻസ്പിറേഷൻ? ഈ അമ്പലക്കര എന്നുള്ള പാട്ട് ഇതുപോലെ തന്നെ ഒരുപാട് സമയമെടുത്ത് പാടിച്ച പാട്ടാണ്. MG എന്ന് വെച്ചാൽ അറിയാമല്ലോ, പെട്ടെന്ന് തന്നെ പാട്ട് പഠിക്കും. തൊണ്ടയിൽ നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും നല്ല രീതിയിലുള്ള തിങ്സും എല്ലാം വരുന്നത് എല്ലാ പാട്ടുകാരനല്ലേ. അപ്പോൾ MG അത് വരുന്നു. ഞാൻ ഉദ്ദേശിക്കുന്ന ഇതിലേക്ക് അങ്ങോട്ട് വരുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. അത് ചിലപ്പോൾ എൻ്റെ വട്ടായിരിക്കും. എന്നിട്ട് രണ്ടാമത് പിന്നെ വന്നൊക്കെ പാടിയിട്ടാണ് അത് ഓക്കെ ആവുന്നത്. അപ്പോൾ അതിൻ്റെ ഡയറക്ടർ വിളിച്ച് പറയുന്നു രഞ്ജിത്താണ്, നന്നായിട്ടല്ലോ ഇനി പാടിക്കേണ്ട കാര്യമില്ല എന്ന് പറയുന്നു. ഞാനിപ്പോൾ അങ്ങനെയല്ല, ഒന്നുകൂടി വേണമെന്ന് പറഞ്ഞിട്ട് പിന്നെ രണ്ടാമതൊന്നൊക്കെയാണ് പാടിക്കുന്നത്. അത് ഹെവിയായുള്ള ക്ലാസിക്കൽ പാട്ടുകൾ പോലും നിമിഷനേരം കൊണ്ട് 5-10 മിനിറ്റ് കൊണ്ട് പാടിപ്പോകുന്ന ഒരു പാട്ടുകാരനാണെന്ന് ഓർക്കണം. അപ്പം അന്നൊരു സംസാരം തന്നെ ഉണ്ടായി അവിടെ. അതായത് ഇത് പാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മമ്മൂക്ക റൂമിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ MG പറഞ്ഞു ദാസേട്ടൻ പാടുമ്പോൾ ദാസേട്ടൻ്റെ ശൈലി വരും, ഞാൻ പാടുമ്പോൾ എൻ്റെ ശൈലി വരും. അപ്പോൾ മമ്മൂക്ക പറഞ്ഞു പിന്നെ തീർച്ചയായിട്ടും ഞാൻ അഭിനയിക്കുമ്പോൾ എൻ്റെ ഒരു മുഖം വെച്ചാലേ എനിക്ക് അഭിനയിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ മമ്മൂക്ക് പോയിക്കണേ ഞാൻ പറഞ്ഞ്
ഇവിടെ തൻ്റെ ശൈലി വെച്ച് കുറേ നാളായാലും പാടിക്കൊണ്ടിരിക്കുന്നത്, ഒന്ന് മാറ്റി പിടിച്ചാൽ എന്താ കുഴപ്പം? അങ്ങനെയാണ് പുള്ളി അപ്പോൾ അതിന് ഒരു ഒന്ന് എന്താ പറ്റുന്ന ശ്രമം നടത്തിയത്. കേൾക്കുമ്പോൾ സിമ്പിൾ പാട്ടായിട്ട് തോന്നുമെങ്കിൽ അത് നിലവിലില്ലാത്തൊരു പ്രയോഗങ്ങൾ എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ അത് ചിലപ്പോൾ അങ്ങനെ സംഭവിക്കുന്നതാണത്. ഒരു നടപ്പ് വഴി തന്നെ പോകാൻ എളുപ്പമാണ്, മാറി നടക്കാൻ കുറച്ച് പാടുണ്ട്. പാടിൻ്റെ ഒന്നുമല്ല, അതെന്തോ ചിലപ്പോൾ ഒരു പക്ഷേ ആ സമയത്ത് എം ജി സുമാറിനെ ഞാൻ ചെയ്തേക്കണ ഭംഗിയില്ലെന്നൊക്കെ തോന്നിയിട്ടുണ്ടാകും ചിലപ്പോൾ. മേ ബി മനുഷ്യരല്ലേ, തോന്നാറില്ല. അപ്പം ഞാൻ നിങ്ങളെ കൊണ്ട് ഒരുപാട് സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി വിളിക്കുന്നു, ഞാൻ ഡയറക്റ്റ് ചെയ്യുന്നു, നിങ്ങൾ സാധനം ചെയ്യാൻ പറയുന്നു, നിങ്ങൾക്ക് തോന്നണേ ഞാൻ ഇങ്ങനെയല്ല ചെയ്യേണ്ടത്, വേറെയിലാണെന്ന് നിങ്ങളുടെ മനസ്സിൽ ചിന്ത വരാമല്ലോ, അതുപോലെ തോന്നിയിട്ടുണ്ടായിരിക്കാം. ഫൈനലി ഒരു രക്ഷയില്ലാന്ന് മനസ്സിലായി. അല്ലെങ്കിൽ അവസാനം ഞാൻ പറഞ്ഞ പോലെ തന്നെ പുള്ളിക്കാരൻ പാടേണ്ടി വന്ന്, അതാണ് കാര്യം. അതൊരു എന്താ വെച്ചാൽ ചിലപ്പോൾ ഒരു വൾഗറായിട്ട് പുള്ളിക്ക് തോന്നിയിട്ടുണ്ടാവും, പൂരം നിങ്ങൾ പറഞ്ഞ ഒരു ബോറായിട്ട് പുള്ളിക്ക് തോന്നിയിട്ടുണ്ടാവും. പക്ഷേ എനിക്കറിയാം ആ സിറ്റുവേഷൻ അതാ വേണ്ടത്, അതാണ്. പക്ഷെ ഒരുപാട് പാട്ടുകൾ എം ജി ശ്രീകുമാർ അങ്ങനത്തെ പാടിയിട്ടുണ്ട്, അങ്ങനത്തെ സ്റ്റൈൽ വരുത്തുന്ന പാട്ടുകൾ ലാലേട്ടന് വേണ്ടിയിട്ടൊക്കെ അങ്ങനെയൊക്കെ വഴക്കമുള്ള ഒരു ഉണ്ട്. അതുകൊണ്ടാണല്ലോ എം ജി ശ്രീകുമാറിനെ വിളിച്ചത്. അപ്പൊ അതിൽ നിന്നും ഒന്ന് മാറിയിരിക്കുന്നതാണ്. അത് എം ജി ശ്രീകുമാറിന് അറിയാൻ പറ്റുള്ളൂ എന്താണെന്നുള്ളത്. ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പുള്ളി പറയുമായിരിക്കാം അന്ന് സംഭവിച്ചെന്താണെന്നുള്ളത്. പുള്ളിക്ക് അത് 5 മിനിറ്റ് പാടാവുന്ന കാര്യമാണ്. പക്ഷെ ആ സമയത്ത് ടൈം എടുത്തു. പിന്നീട് പോയിട്ട് പിന്നെ രണ്ടാമത് വന്ന് പാടി. ഏതായാലും പാട്ട് സൂപ്പർ ഹിറ്റായി കഴിഞ്ഞപ്പോൾ